ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ വളരെ വലുതാണ്. അവിടുത്തെ തേജസ്വി യാദവിൻ്റെ ജ്യേഷ്ഠൻ, മൂത്ത പുത്രൻ, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ മൂത്ത പുത്രൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മൂത്ത പുത്രൻ പോയിരിക്കുന്നത് നേരെ BJPയിലാണ്. ആ പോയ കൂട്ടത്തിൽ അതായത് തേജ് പ്രതാപ് യാദവ് എന്ന് പറയുന്ന നേരത്തെ MLAയും RJDയുടെ മന്ത്രിയൊക്കെ ആരോഗ്യമന്ത്രിയായിരുന്ന തേജ് പ്രതാപ് യാദവ് BJPയിലേക്ക് പോയി. 10-25-30 30 MLAമാരെയും കൊണ്ടുപോയിട്ടുണ്ട്. BJPയിലേക്ക് പോയിട്ടുണ്ടെന്നല്ല പോകും. കോൺഗ്രസിൻ്റെ MLAമാരും 4 പേരെ ജയിച്ചോളൂ, 4 പേരും BJPയിലേക്ക് പോകാൻ കട്ടി നിൽക്കുന്നു. ചുരുക്കത്തിൽ അവിടെ CPMൻ്റെ CPML എന്നൊക്കെ പറഞ്ഞ് 2-3 പേരൊക്കെ ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരൊഴിച്ചിട്ട് മഹാഭൂരിപക്ഷം പേരും 203-ൽ 40 പേര് ഇപ്പോൾ ഇപ്പുറത്തുണ്ടെങ്കിൽ 40 പേരിൽ ഒരു 30 പേരെങ്കിലും BJPയിലേക്ക് ചേരാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതൊരു വല്ലാത്ത വാർത്തയാണ്. രണ്ടാമതൊരു വാർത്ത വളരെ പ്രധാനമായി നമ്മുടെ PR സുനിലും നമ്മുടെ ഡോക്ടർ അരുണും കൂടി പിന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ, നമ്മുടെ മരമുറിക്കുന്ന ചാനലിൽ ഒരു പ്രസ്താവന നടത്തി. പക്ഷെ അവർ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ അത് ചിലപ്പം BJPക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് അതവർ പറഞ്ഞില്ല. ഞാൻ BJPക്ക് ഗുണം ചെയ്യേണ്ട കാര്യം പറയണോ വേണ്ടേ എന്നുള്ളതല്ല, പക്ഷേ യഥാർത്ഥ കാര്യം അവർ മറയ്ക്കുന്നു എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ബീഹാറിലെ സീമാഞ്ചൽ മേഖലയിൽ 39 സീറ്റിൽ 37 മുസ്ലിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള 39 സീറ്റിൽ 27 സീറ്റും NDA അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജയിച്ചത്. അതായത് 39-ൽ 27 സീറ്റും 27 പോയിട്ട് പിന്നെ 12 സീറ്റ് ഒഴിച്ചിലാണ് മറ്റേ പാർട്ടി ജയിച്ചിരിക്കുന്നത്. നമ്മുടെ തേജസ്വി യാദവിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ. ബാക്കിയുള്ള 27 സീറ്റ് ജയിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. സീമാഞ്ചൽ മേഖലയിൽ 14 സീറ്റ് പിടിച്ചിരിക്കുന്നു BJP. സീമാഞ്ചൽ മേഖല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വലിയ ബന്ധമുള്ള മേഖലയാണ്. അത് പറയുമ്പോഴാണ് ഉടനെ തന്നെ നമ്മുടെ PR സുനിൽ പറയുന്നു 40% മുസ്ലിങ്ങളുള്ള കത്തിഹാറിൽ BJPയാണ് ജയിച്ചത്. അതുപോലെ പൂർണിയയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് മണ്ഡലത്തിൽ 38% വരുന്ന മുസ്ലിങ്ങൾ ഉള്ളിടത്ത് 33,000 വോട്ടിൽ BJPയാണ് ജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിതീഷ് കുമാറാണ് ജയിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ നിങ്ങൾ പറയേണ്ടിയിരുന്ന ഒരു കാര്യം, ആ സ്ഥലത്ത് അല്ലെങ്കിൽ അതുകൂടി ആഡ് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ആ സ്ഥലത്ത് BJPയുടെ RSSൻ്റെയോ ഹിന്ദുക്കളാണ് നിന്ന് ജയിച്ചിരിക്കുന്നത്, ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല. നമ്മൾ കേരളത്തിൽ പരീക്ഷിക്കുന്ന രാഷ്ട്രീയമല്ല വടക്കേ ഇന്ത്യയിൽ പരീക്ഷിക്കുന്ന രാഷ്ട്രീയം. നമ്മൾക്കറിയാം, യോഗി ആദിത്യനാഥിൻ്റെ UPയിൽ വ്യാപകമായി മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് RSS, സംഘപരിവാർ, ഹിന്ദു ആളുകൾക്കാണ് വോട്ട് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാളിനല്ല വോട്ട് ചെയ്യുന്നത്. അത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. കേരളത്തിലാണെങ്കിൽ മുസ്ലിം ഏരിയയിലാണെങ്കിൽ BJPക്കാർ പോലും മുസ്ലിം നാമധാരികളെ നിർത്തി ജയിപ്പിച്ചെടുക്കാൻ നോക്കും. ഇപ്പോൾ ഡോക്ടർ അബ്ദുൽ സലാമിനെ നിർത്തിയതോ അബ്ദുള്ള കുട്ടിയെ നിർത്തുന്നതോ, ഇപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മുസ്ലിം കാൻഡിഡേറ്റുകൾ BJPയുടെ താമരയിൽ മത്സരിക്കുന്നു. പക്ഷേ അത് മുസ്ലിം നാമധാരിയായിരിക്കും. ഇത് മുസ്ലിം നാമധാരിയായ BJPക്കാരെയോ മുസ്ലിം നാമധാരിയായ RSS അങ്ങനെ സംഘപരിവാറിലുണ്ടെങ്കിൽ സംഘപരിവാറുകാരെ അല്ല നിർത്തിയത്. യഥാർത്ഥ RSSകാരെയും സംഘപരിവാറുകാരെയും BJPക്കാരെയും നിർത്തിയിട്ട് മുസ്ലിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ളിടത്ത് ജയിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അന്തം വിടരുത്. നിങ്ങൾ അന്തം വിട്ടാൽ ഒരു കുന്തവുമില്ല, അന്തം വിട്ടാൽ ഒരു ഗതിയും കിട്ടത്തില്ല, വിട്ടില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു കാര്യമില്ല ഡോക്ടർ അരുണെ, അതുപോലെ തന്നെ PR സുനിലെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വോട്ട് പോയി എന്നൊന്ന് പറഞ്ഞാലും നിൽക്കത്തില്ല. ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്, എല്ലാം ചെയ്യുന്നില്ല എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ക്രിട്ടിക്കൽ മാസിലേക്ക്, ഒരു ക്രിട്ടിക്കൽ പോവർട്ടി ലൈനിലൊക്കെ അകത്ത് നിന്ന ഒരു ക്രിട്ടിക്കൽ മാസിലേക്ക്, പ്രത്യേകിച്ച് യുവതികളിലേക്ക്, സ്ത്രീകളിലേക്ക്, കുട്ടികളിലേക്ക്, വനിതകളിലേക്കൊക്കെ ഈ പ്രോജക്റ്റുകൾ ഒരുപാട് ചെല്ലുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ചെല്ലുമ്പോഴാണ് മുത്തലാഖിൻ്റെ നിയമം ഇവിടെ കേരളത്തിലാണ് നമ്മളൊരു ബഹളം കാണിച്ചത്. മുത്തലാഖ് നിയമത്തിനെതിരെ ബില്ല് വന്നപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ നരേന്ദ്രമോദിക്ക് കൊണ്ട് പുഷ്പാർച്ചന നടത്തി. മുസ്ലിം വനിതകൾ, തട്ടമിട്ട വനിതകൾ, ഇത് കാണണ്ടേ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മുസ്ലിങ്ങളും? എന്ന് പറഞ്ഞാൽ ആളുകൾ കേരളത്തിൽ ഉള്ളതുപോലുള്ള ഒരു നിരാധനയും വൈര്യവും ഒന്നുമില്ല. അങ്ങനെ ആളുകൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് തേജസ്വി യാദവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ
വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് എന്ന് പറയുന്ന ആളുകളെ ഉപേക്ഷിച്ച്, ഇന്ത്യ മുന്നണിയെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള എല്ലാ പാർട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാറി NDAക്കും BJPക്കും BJPയുടെ സഖ്യകക്ഷികൾക്കും വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ പിന്നെ ജനാധിപത്യ വശമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ദാരിദ്ര്യം. കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു രാഷ്ട്രീയ ദാരിദ്ര്യമുണ്ട്. ആ രാഷ്ട്രീയ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രമാനുഗതമായി ഇന്ത്യയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, ഒരു വശത്ത് ജനാധിപത്യ വിരുദ്ധത, അത്തരം കുറേ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പിന്നെ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ പറയുന്നു, ഹിന്ദുത്വ അജണ്ടകൾ പറയുന്നു. അതെല്ലാം പറയുമ്പോഴും വളരെ സാമാന്യ ജനങ്ങൾ, മുസ്ലിം സമൂഹം, ക്രിസ്ത്യൻ സമൂഹം, അല്ലെങ്കിൽ BJP RSSൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു സമൂഹം എന്തുകൊണ്ട് കൃത്യമായി ഒരു ക്രിട്ടിക്കൽ മാസ് ഇതിനെ വോട്ട് ചെയ്യുന്നു? അത് പേടിച്ചിട്ടാണോ? അതോ അവർക്ക് ആനുകൂല്യം കൊടുത്തിട്ടാണോ? അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടാണോ? അതോ അവരിൽ വിശ്വാസം വന്നതുകൊണ്ടാണോ? ഭയമാണോ? എന്താണ് കാരണം? അതിൻ്റെ പൊളിറ്റിക്കൽ റീസൺ എന്ത് എന്ന് കൃത്യമായി ചർച്ച ചെയ്യണം. അതോ BJPയും RSS എന്ന് പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു പാർട്ടിയായി വളരുകയാണോ? അത് വളരെ ഗൗരവമായ ചോദ്യമാണ്. അതായത് നോർത്ത് ഇന്ത്യയിലെയും ഗോവയിലെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള ഗോവയിലെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സംസ്ഥാനങ്ങളിലും മുസ്ലിം മെജോറിറ്റിയുള്ള വടക്കേ ഇന്ത്യയിലെ മണ്ഡലങ്ങളിലും BJP ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അംഗീകരിക്കപ്പെടുന്ന പാർട്ടിയായി മാറുന്നുണ്ടോ? താമരയിൽ വോട്ട് ചെയ്യുന്നതിന് മുസൽമാനും ക്രിസ്ത്യാനിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു പുതിയ ഇന്ത്യയാണോ വളർന്നു വരുന്നത് എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യുന്നതിന് പകരം അവിടെ മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാതെയും നാമധാരികളെ നിർത്താതെയും ജയിക്കുന്ന ആ സ്ട്രാറ്റജി ചർച്ച ചെയ്യുന്നതിന് പകരം മറ്റ് കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ട് വെറുതെ പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ ഇതിനിടയിൽ ഞാൻ രാഹുൽ ഗാന്ധിയുടെ 1-2 പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നളന്തയും തക്ഷശിലയുമൊക്കെ ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നുവെന്നും ആ പ്രശസ്തി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ തിരിച്ചു കൊണ്ടുവരുമെന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിൽ ഉടനെ വരാൻ പറ്റില്ല എന്ന് ബീഹാറിലെ പ്രസംഗം കേൾക്കുന്ന ആൾക്ക് അറിയാൻ പറ്റില്ലേ? അപ്പോൾ അവിടുത്തെ, ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞതല്ല, പക്ഷെ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ രാഹുൽ ഗാന്ധി വോട്ട് ചാരി അല്ലെങ്കിൽ വോട്ട് അധികാരി എന്ന് പറഞ്ഞു പോയി രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബീഹാറിലൂടെ പ്രതിഷേധിക്കണമെന്നുള്ള നിലയിൽ പോയി. അത് നടന്നില്ല. അപ്പുറത്താണെങ്കിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എന്ന് പറഞ്ഞ് തേജസ്വി യാദവ് നിന്നു. അതും നടന്നില്ല. ആൻറ്റി ഇൻകംബൻസ് എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന 5 കാര്യം പറയാൻ ഇല്ലാതെ പോയി എന്നുള്ളതും, സൗഹൃദ മത്സരങ്ങൾ ധാരാളമായി നടന്നതും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ താമസിച്ചതും അടക്കമുള്ള ഒരു പിടി കാര്യങ്ങൾ കൊണ്ടാണ് ബീഹാറിൽ പിറകിലോട്ട് പോയത്. ആ പിറകിലോട്ട് പോയതിനെ ചർച്ച ചെയ്യണ്ടേ? ഇപ്പോഴും കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന ഒരു കുഴപ്പം, അത് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പഠിക്കേണ്ടുന്നൊരു രാഷ്ട്രീയ പാഠം. എന്താണ് പഠിക്കേണ്ടത്? ഈ പണ്ട് കാലത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ, കരുണാകരൻ്റെ കാലത്ത് അല്ലെങ്കിൽ പിന്നെ AK ആൻ്റണിയുടെ വസന്തകാലത്തൊക്കെ, ഉമ്മൻചാണ്ടിയുടെ കാലത്തുമൊക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ പറയുന്ന 2 സെൻറ്റൻസ് ഉണ്ട്. ഒന്ന്, ജനവിധി ഞങ്ങൾ ജനാധിപത്യത്തിൽ മാനിക്കുന്നു. നമ്പർ 2, ഈ ജനവിധി ഞങ്ങൾ പഠിക്കും. നമ്പർ 3, ഞങ്ങൾ തിരുത്തും. 3 കാര്യം പറയും. 1, ജനങ്ങളുടെ വിധി ഞങ്ങൾ മാനിക്കുന്നു. 2, ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കും. 3, ഞങ്ങൾ തിരുത്തും. ഇത് 3ഉം ഇപ്പോൾ KC വേണുഗോപാലോ ഒരു നേതാക്കളും, രമേശ് ചെന്നിത്തലയോ ഒരു നേതാക്കളും പറയുന്നത് കേൾക്കുന്നില്ല. എല്ലാവരും വോട്ട് ചോരിയും വോട്ട് ചാരിയും വോട്ടധികാരി എന്നൊക്കെ പറഞ്ഞ് മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. അത് പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കൂല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഇന്ത്യ മുന്നണിക്കും ഒരു മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഹോംവർക്ക് കൊണ്ട് നടക്കില്ല. അതെന്തുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും BJP അടക്കമുള്ള പാർട്ടികൾക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരായി മാറുന്നു? അവരുടെ ഏരിയയിൽ എന്തുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം വളരെ ഗൗരവമാണ്. അതിന് അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളിടത്താണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന പാഠം. ഈ പാഠമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്.